തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് പൂട്ടി ബി.ജെ.പി. കൗൺസിലർ. ചെമ്പഴന്തി വാർഡ് കൗൺസിലർ ഉദയനാണ് വാട്ടർ അതോറിറ്റിയുടെ പോങ്ങമൂട് ഓഫീസ് പൂട്ടിയത്. നഗരസഭയിലെ ചെമ്പഴന്തി വാർഡിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളം മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ചാണ് ഓഫീസ് പൂട്ടിയത്. ഓഫീസിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചു. സാന്ത്വനയുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. സാന്ത്വന, എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? ഈ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ. അജി, വാട്ടർ അതോറിറ്റിയുടെ പോങ്ങമൂട് ഓഫീസാണ് ബി.ജെ.പി. കൗൺസിലർ ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 2 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വാട്ടർ അതോറിറ്റിയിൽ നിന്നും കൃത്യമായ രീതിയിൽ വെള്ളം ലഭിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തുകയും വാട്ടർ അതോറിറ്റി ഓഫീസ് പൂട്ടുകയും അതുപോലെ തന്നെ അവിടുത്തെ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തത്. ഇദ്ദേഹം ചെമ്പഴന്തി വാർഡിലെ കൗൺസിലറായ ചെമ്പഴന്തി ഉദയനാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് എത്തിയത്. ഉദയൻ മാത്രമല്ല, ബി.ജെ.പിയിലെ മറ്റു ചില പ്രവർത്തകരും അവിടെ എത്തി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുന്നുണ്ട്. ഇവർ പറയുന്ന കഴിഞ്ഞ 3 മാസമായിട്ട് ഈ ചെമ്പഴന്തി വാർഡിൽ വെള്ളത്തിന്റെ ലഭ്യത വളരെ കുറവാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരു 3 ആഴ്ചയായിട്ട് ഒട്ടും വെള്ളം ലഭിക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ ഒരു പ്രതിഷേധ സൂചകമായാണ് ഇവർ എത്തിയത്. പലപ്പോഴും ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് മാത്രം വെള്ളം ലഭിക്കുന്നുണ്ട്, എന്നാൽ അതിനുശേഷം കിട്ടുന്നില്ല. എന്നാൽ 3 ആഴ്ചയായിട്ട് വിളിച്ചു പറഞ്ഞാൽ പോലും വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ള ഒരു ആരോപണവും ഈ കൗൺസിലർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരെത്തുകയും ഇവിടെ ഈ സ്റ്റാഫുകളെ അടക്കം ഈ വാട്ടർ അതോറിറ്റിക്കുള്ളിൽ പൂട്ടിയിടുകയും അവിടുത്തെ വൈദ്യുതി വിച്ഛേദിക്കുകയും ഒക്കെ ചെയ്തത്. മെഡിക്കൽ കോളേജ് പോലീസ് അവിടെ എത്തി നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ഇവിടെ തന്നെ ഇരുന്ന് അതുപോലെ തന്നെ ഈ വാട്ടർ അതോറിറ്റിയുടെ തറയിൽ കിടന്നൊക്കെ തന്നെയുള്ള പ്രതിഷേധമൊക്കെ തന്നെയാണ് ഇവർ നടത്തി വരുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ അവിടുന്ന് മാറ്റാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസും സ്വീകരിച്ചു വരുന്നത്. സാന്ത്വന സാജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.